ഹലോ, അസ്സലാമു അലൈക്കും. ഇത് ഞാൻ കുറേ നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫലൂദ. എൻ്റെ എന്താ പറയുക, ഫലൂദ കഴിച്ചിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞും ഒരുപാട് എപ്ലോസ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ആദ്യം അതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ എന്താ പറയുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാം. ആദ്യം ഞാനിതൊരു പിങ്ക് ജെല്ലി ഉണ്ടല്ലോ, എന്തെങ്കിലും സ്ട്രോബെറിയോ അല്ലെങ്കിൽ റാസ്ബെറിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ജെല്ലി എടുക്കുക. നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഈ ഒരു പാക്കറ്റ് ജെല്ലി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഒന്ന് ചൂട് കുറച്ച് പോയതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെക്കാം. അങ്ങനെ ജെല്ലി അവിടെ നിന്ന് സെറ്റ് ആകുന്ന സമയം നമുക്കിതാ കുറച്ച് ഇതുണ്ടല്ലോ, സബ്ജ സീഡ്, കസ്കസ്, അതൊരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതൊരു 2 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് സേമിയ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഈ കളർ സേമിയ തന്നെ വേണമെന്നില്ല, ഏത് വെർമിസെല്ലി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാനിത് എടുത്തിട്ടുള്ള. അപ്പോൾ ഇത് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഒന്ന് അരിപ്പയിലിട്ട് ഒന്ന് എന്താ പറയുക, വെള്ളം വാലാൻ വെക്കുക, കുറച്ച് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം. പിന്നെ ഇത് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് നമുക്കിത് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഞാനിത് മാംഗോ, ചിക്കു, ആപ്പിൾ, പിന്നെ ചെറിയ പഴം ഇതെല്ലാം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. മറ്റെന്താ പറയുക, ഗ്രേപ്സ് അതെല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിതൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഈ ഫ്രൂട്ട്സിലിട്ടിട്ട്, ആ ഒരു ഫ്രൂട്ട്സിന് വേണ്ട ഒരു മധുരത്തിന് അത് ഇട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതോടെ മാറ്റി വെക്കാം. പിന്നെ ഇതാ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതൊന്ന് തിളപ്പിക്കണം. അതിലേക്ക് ഞാനൊരു 3/4 ടിന്ന് മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മധുരം വേണം, എന്നാലേ ഒരു ടേസ്റ്റെല്ലാം ഉണ്ടാവും. കുറച്ച് തണുത്തിട്ട് വരുമ്പോൾ മധുരമെല്ലാം ഒന്ന് ബാലൻസ് ആണെങ്കിൽ കുറച്ചധികം തന്നെ ഇടണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പക്ഷെ മിൽക്ക് മെയ്ഡാണ് എപ്പോഴും എന്താ പറയുക ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ അതിൽ ഞാൻ കുറച്ച് റോസ് ഒഴിക്കുന്നുണ്ട്. അപ്പം നാട്ടിൽ റോസ് മിൽക്ക്, റോസ് സിറപ്പ്, അങ്ങനെ എന്തെങ്കിലും റോസ് ഫ്ലേവർ അങ്ങനെ എന്തെങ്കിലും കിട്ടുമല്ലോ, അതൊഴിച്ചാലും മതി. അപ്പോൾ അതും കൂടി ഒഴിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി മധുരം കൂടും. അപ്പോൾ ഒരു 2-2.25 കപ്പിന് ഒരു 3/4 ടൈം മിൽക്ക് മെയ്ഡ് ഇപ്പോൾ എനിക്ക് കറക്റ്റ് അളവ്. ഇപ്പോൾ ഇത് റോഹഫ്സയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല പിങ്ക് കളറാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഒഴിക്കണം. അത് ഒഴിച്ചിട്ട് ഇതിങ്ങനെ തിളച്ച് കുറുകൊന്നും വേണ്ട, നല്ലോണം ഒന്ന് തിളച്ചാൽ മതി പാല്. എന്നിട്ട് നമുക്കതവിടെ ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഞാൻ സേമിയ ഉണ്ടല്ലോ അത് ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ഗ്ലാസ്സിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇട്ടതിന് ശേഷം പിന്നെ അറിയുന്നത് ഈ കളറെല്ലാം പോയി, എല്ലാം പിങ്ക് കളർ തന്നെ ആയി, ഒരേ കളറായി, ഒരു വൈറ്റ് പോലെ തന്നെ ആയി. എന്താ പറയുക, കളർ സേമിയാണോ ഇതിലിട്ടതെന്ന് പോലും മനസ്സിലാകുന്നില്ല, അതേപോലെ ആയിപ്പോയി. അപ്പോൾ അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അത് എപ്പോൾ ഇട്ടാലും കളർ അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സേമിയ ഇതേപോലെ സെപ്പറേറ്റ് വേവിക്കണമെന്നൊന്നുമില്ല കേട്ടോ. അത് പാലിൻ്റെ കൂടെ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സേമിയ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുക്ക് ചെയ്തെടുത്താലും മതി. ആ പാല് തിളക്കലും സേമിയ വേവലും ആ ഒരു എന്താ പറയുക സമയം. എന്നിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ റോഫ്സെല്ലാം ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ ഈ കളർ സേമിയ വേറെ തന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക സെപ്പറേറ്റ് കുക്ക് ചെയ്തതേ ഉള്ളൂ. ഇപ്പം ഇതെല്ലാം പിറ്റേന്ന് ഇതെല്ലാം എന്താ പറയുക സെർവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഫലൂദ ഉണ്ടാക്കുന്നതിനേക്കാളും പണിയാണ് ഓരോ ഗ്ലാസ്സിലും നമ്മളിത് എന്താ പറയുക സെർവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നോരോന്ന് ഗ്ലാസ്സിൽ ഇട്ടിട്ടും അങ്ങനെയും ഇതാക്കുക. പിന്നെ അല്ലെങ്കിൽ എല്ലാം കൂടി ആ പാലിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ അതും കാണിക്കാം. എല്ലാം എന്താ പറയുക ഫ്രൂട്ട്സും ജെല്ലിയും എല്ലാം കൂടി പാലിലും ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ റോഫ്സിൻ്റെ മിക്സ് അതിലിട്ടിട്ട് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാനിത് ആദ്യം സെർവ് ചെയ്യുന്നത് ഇതേപോലെ ഒരു ലോങ് ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൽ ആദ്യം കസ്കസ്, പിന്നെ ജെല്ലി, പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ മേലെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ സെപ്പറേറ്റ് കുറച്ച് സേമിയം കുക്ക് ചെയ്ത് വെച്ചത്. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് എന്താ പറയുക, നമ്മൾ ആ പാലും റോഫ്സ മിക്സ് ഉണ്ടല്ലോ പിങ്ക് കളർ, അതുമെല്ലാം ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിക്കുമ്പോൾ ക്യാമറ ഓൺ ആയിരുന്നില്ല. അങ്ങനെ ഫുള്ള് അത് ഒഴിച്ചതിന് ശേഷം മേലെ നമ്മുടെ വാനില ഐസ്ക്രീം, നിങ്ങൾക്ക് ഏതെങ്കിലും സ്ട്രോബെറിയോ അങ്ങനെ ഏത് ഐസ്ക്രീം വേണമെങ്കിലും വെക്കാം. അതും വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ചൊന്ന് ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതെല്ലാം ഓപ്ഷനിലാണ്. പിന്നെ കുറച്ച് നട്ട്സ്, പിന്നെ കോൺഫ്ലെക്സ്, ഇതും എല്ലാം ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ചെറി ഉണ്ടെങ്കിൽ മേലെ ഒരു ചെറിയും കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫലൂദ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഈസി ആട്ടോ. എല്ലാവരും എന്തായാലും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇവിടെ നല്ല ചൂടിന് ഇതെല്ലാം നല്ലോണം ചിലവാകും. അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക ഫലൂദയും പുഡിങ്ങെല്ലാം ഉണ്ടാക്കാനായതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോൾ ഇതാ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒരുമിച്ചിട്ടിട്ട് അങ്ങനെയും നമുക്ക് സെർവ് ചെയ്യാൻ തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് കുറേ പാത്രങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണോ, ഇത് വേറെ വേറെ സെപ്പറേറ്റ് എല്ലാം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ എല്ലാം കൂടി ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക. ജെല്ലിയും ഫ്രൂട്ട്സും കസ്കസും പിന്നെ ആ സേമിയവും അതുമെല്ലാം ഈ പാലിലേക്ക് ഇട്ടിട്ട് എല്ലാം ഒറ്റയടിക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് എല്ലാം എന്താ പറയുക ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തീരെ പണിയില്ല. മേലെ ഐസ്ക്രീം ഇടുക, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുക, ഡെക്കറേറ്റ് ചെയ്യുക, സംഭവം കഴിഞ്ഞു. കണ്ട ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തോന്നും ചെയ്യൽ. പിന്നെ നമ്മൾ എപ്പോഴും വീഡിയോയിലെല്ലാം കാണുന്ന ഓരോന്ന് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇത് ഐസ്ക്രീമും വെച്ച് ഹണി ഒഴിച്ച് നട്ട്സും കോൺഫ്ലക്സും എല്ലാം ഇട്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയും എന്താ പറയുക ഒരു എപ്ലോസ് കിട്ടിയിട്ടുള്ളൊരു ഫലൂദയാണ് എനിക്കിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.